ഗുഡ് മോർണിംഗ് എവരിബഡി. ഏവർക്ക് എസ്.ഇൻ.ടി ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് +1 മൂന്നാമത്തെ യൂണിറ്റിലെ ആനന്ദിക്ക് പൂച്ചടിയാം എന്ന ലെസണിൻ്റെ നോട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെമീൻ കോൻ ഖോദ് രഹാ ഹെ. ആരാണ് ഈ തറ കിളച്ചുകൊണ്ടിരുന്നത്? ഏക് ബൂഢ ആദ്മി, ഒരു വൃദ്ധനായ മനുഷ്യനാണ് മണ്ണ് മറിച്ചുകൊണ്ടിരുന്നത്. ബൂഢ ആദ്മി ക്യാ ബോ രഹേ ഹെ. വൃദ്ധനായ മനുഷ്യൻ എന്ത് വിതയ്ക്കുകയാണ്? മാങ്ങാണ്ടികൾ, അതായത് ആംകി കുട്ടലിയ, അതായത് വിതയ്ക്കുകയാണ് അല്ലേ. നൗജവാൻ കെ പ്രശ്ന പർ ബൂഢെ കാ ഉത്തർ ക്യാ ഥാ. ആ യുവാവായ ആ വ്യക്തി ചോദിച്ച ചോദ്യങ്ങൾക്ക് വൃദ്ധനായ മനുഷ്യൻ എന്തുത്തരവാണ് കൊടുത്തത്? ഭവിഷ്യമേ ദൂസരോങ്കി ഫലായി കെ ലിയ ആംകി കുട്ടലിയാം ബോ രഹാ ഹെ. അതായത് ഭാവിയിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാങ്ങാണ്ടികൾ വിതയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. പൂർവജോങ്കെ മനോവൃത്തി കാ ഫൽ ക്യാ ഹെ. പൂർവികരുടെ ഈ സ്വഭാവത്തിൻ്റെ ഫലം എന്താണ്? ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലം എന്താണ്? വർത്തമാൻ കെ ലോകോം കെ ലിയെ ഫലായി ഹോത്തിയെ. അതായത് പണ്ടുള്ള നമ്മുടെ പൂർവികർ നട്ട് വളർത്തിയ മാങ്ങയിലെ മാങ്ങകളാണ്, അതായത് മാവിലെ മാങ്ങകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് വരും തലമുറയ്ക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹമാരെ പൂർവജോങ്കി ഇസി മനോവൃത്തി കാ ഫൽ ഹെ ജോ ഹം ജഗ ജഗ ഹമരായി ദേഖ്തേ ഹെ. നമ്മുടെ പൂർവികർ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പല ഭാഗത്തും നമ്മൾ ഈ മാവിൻ തോട്ടങ്ങൾ കാണപ്പെടുന്നത്. കോൺസി മനോവൃത്തി. അവരുടെ മനോവൃത്തി ഏതാണ്? അപ്പനെ സ്വാർത്ഥി ജീവൻ കോ ത്യാഗ് കർ. തൻ്റെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ചിട്ട് ദൂസരോങ്കെ സുഖ് ഓർ ആനന്ദ് പഹൂഞ്ചാനേക്ക്, അതായത് മറ്റുള്ളവർക്ക് സുഖവും ആനന്ദവും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നല്ല പ്രവൃത്തി, ഇതേപോലുള്ള നല്ല പ്രവൃത്തികൾ. ഇനി രക്തദാനം മഹാദാനമാണ്. ഇതിനെ ആധാരമാക്കി ഒരു വിജ്ഞാപനം, ഒരു പരസ്യം തയ്യാറാക്കാനാണ്. അത് ഇതിൽ കൊടുത്തേക്കുന്ന കണക്ക് ചെയ്യുക കേട്ടോ. അതായത് ആദ്യം ഹെഡിങ് എഴുതുക, എന്നിട്ട് അതിൽ കൊടുത്തേക്കുന്ന കണക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സംഭ്രാന്ത് മഹിള കിസ് ഉമ്മീദ് സെ ഫൽ ഓർ ഫൂലോം കെ ബീജ് ഫേങ്ക് രഹി ഹെ. ഒരു വൃദ്ധയായ, ഒരു മാന്യയായ ഒരു സ്ത്രീ ഏത് ആഗ്രഹം കൊണ്ടാണ്, ഉമ്മീദ് മീൻസ് ആഗ്രഹം, ഏത് ആഗ്രഹത്താലാണ് ഫലങ്ങളുടെയും പൂക്കളുടെയും വിത്തുകൾ ഇങ്ങനെ ട്രെയിൻ യാത്രക്കിടയിൽ ഇങ്ങനെ വലിച്ചെറിയുന്ന ആ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എറിയുന്ന എന്തിനാണെന്ന്. ഉന്മേസെ കുച്ചുഫി അഗർ ജഡ് പകട് ലേകേത്തോ. അതിലേതെങ്കിലും ഒന്ന് പിടിച്ച് വരികയാണെങ്കിൽ, അതിന് വേര് പിടിച്ച് വരികയാണെങ്കിൽ ലോകോങ്കോ ഇസ്സെ കുച്ച് ഫായദ ഹോഗ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചാണ് ആ വൃദ്ധയായ സ്ത്രീ അങ്ങനെ ചെയ്യുന്നത്. ഇനി സംഭ്രാന്ത് മകള റെയിൽഗാഡി സെ കുച്ച് ചീസേ ബാഹർ ഫേങ്ക്തി ജാ രഹി. ആ സ്ത്രീ തീവണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ പഠിച്ചു. തബ് സഹയാത്രി ഓർ സംഭ്രാന്ത് മകളാക്കി ബീച്ച് കാ സംഭാവിത വാർത്താലാവ് തയ്യാർ കരേ. അപ്പോൾ ആ സ്ത്രീയോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം, ഇവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ്. അപ്പോൾ സഹയാത്രി. യഹാ ക്യാ ഫേങ്ക് രഹി ഹെ. കൂടെ യാത്ര ചെയ്ത ആ സ്ത്രീ ചോദിക്കുന്നു, നിങ്ങളിതെന്താ വലിച്ചെറിയുന്നത്? മഹിള മേ, ഞാൻ. മഹിള തും ദേഖ്തേ നഹി. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്യുന്നത്? തും ദേഖ്തേ നഹി. സഹയാത്രി ഇസ്ലിയെ തോ പൂച്ച്താവോ. നിങ്ങളിങ്ങനെ എന്തോ വലിച്ചെറിയുന്ന കണ്ട, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മഹിള ഏതോ ബീജ് ഹെ. ഇതൊക്കെ വിത്തുകളാണ്. സഹയാത്രി ബീജ്, വിത്തോ? മഹിള ഹാ ഫൽ ഫൂലോം കെ ബീജ്. അതേ, ഫലങ്ങളുടെയും പൂക്കളുടെയും വിത്തുകളാണ്. അപ്പോൾ സഹയാത്രി ഇൻകോ കിഡ്കി സെ ക്യോ ഫേങ്ക്തി ഹെ. നിങ്ങളെന്താ ഇത് ജനലിൽ കൂടെ വാരി പുറത്തേക്ക് എറിയുന്നത്? മഹിള ഇൻമേം കുച്ച് ജഡ് പകടില്ലെങ്കിൽ, ഇതിൽ ചിലത് മുളച്ച് വേര് പിടിക്കും. സഹയാത്രി തോഫിർ, പിന്നെന്താ ഉണ്ടാവുക? മഹിള തബ് ഫായദ ഹോഗ. എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. സഹയാത്രി ഫായദ കിസ് പ്രകാർ. നേട്ടമോ പ്രകാരം. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഫൂലേങ്കെ ഫലേങ്കെ, ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. സഹയാത്രി തബ്, അപ്പോൾ. മഹിള എഹിലോ, ഇതെടുത്തോ. ആ ഫീ ഫേങ്കിയെ, താങ്കളും കൂടെ എറിഞ്ഞ്. സഹയാത്രി ഹാ ഏതോ ഖുഷി കി ബാത് ഹെ. ഇത് സന്തോഷം നിറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണം എന്നതുകൊണ്ടാണ് ഇത്
അവർ ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഫലങ്ങളുടെയും പൂക്കളുടെയും വിത്തുകൾ വലിച്ചെറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വാർത്താലാപ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാക്സിമം മിനിമം ഇത്രയെങ്കിലും എഴുതണം. നിങ്ങളെക്കൊണ്ട് മാക്സിമം എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, किस प्रकार के लोगों को देखकर മാനവ ജാതി ഭവിഷ്യ पर ശ്രദ്ധ और വിശ്വാസ് कर सकते. ഇപ്രകാരമുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് മനുഷ്യന് ആദരവും വിശ്വാസവും ഒക്കെ अर्पिക്കുന്നത്. जमाने के अंधकार में भी आनंद की फुलझड़ियों से प्रकाश फैलाते रहने वाले को देखकर. അതായത് ഈ കാലഘട്ടത്തിലെ ഇരുട്ടിലും അല്ലേ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ വിതറുന്ന, അതായത് ജനങ്ങൾക്ക് പ്രകാശം വാരി വിതറുന്ന ആൾക്കാരെ കാണുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ വിദ്യാർത്ഥിക്ക് മദത് കൈസേ കി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വിദ്യാർത്ഥിയെ എങ്ങനെയാണ് സഹായിച്ചത്? ഉन्होंने വിദ്യാർത്ഥി को $20 देकर മദത് की. അദ്ദേഹം വിദ്യാർത്ഥിക്ക് $20 നൽകി സഹായിച്ചു. അല്ല, ഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാൻ നിവർത്തിയില്ലാതെ ഈ കുട്ടി അദ്ദേഹത്തെ സമീപിക്കുന്നത്, അദ്ദേഹം $20 നൽകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കുछ दिनों के बाद विद्यार्थी डॉलर लौटाने आए तो फ्रांकलिन ने क्या कहा. കുറേ ദിനങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥി ആ ഡോളർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ ഫ്രാങ്ക്ലിൻ എന്താണ് പറഞ്ഞത്? ഉനോനെ കഹ, അദ്ദേഹം പറഞ്ഞതാണ്, മുझे याद तो नहीं है कि मैंने एक रकम आपको कब दी. നിനക്ക് എപ്പോഴാണ് ഈ പൈസ കടമായി നിനക്ക് നൽകിയെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ലേക്കിൻ ഖൈർ ആപ്പ് ഇസെ അപ്പനെ ഹി പാസ് രഖിയെ. എന്നാലും നിങ്ങൾ ഈ പൈസ നിങ്ങളുടെ കൈവശം തന്നെ വെച്ചേക്കുക. ഓർ ജബ് ആപ്കെ പാസ് കോയി ഐസാ ഹി സരൂരത്മന്ത് ആയേ തോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഏതെങ്കിലും ഒരു ആവശ്യക്കാരൻ എത്തിയാൽ നിങ്ങൾ തീർച്ചയായും ഈ പൈസ അയാൾക്ക് കൊടുക്കുക. ആയേത്തോ ഉസേഹ് ദേ ദീജിയെ. വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകി സഹായിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ആ വിദ്യാർത്ഥിയെടുത്ത് അതായത് ഡോളർ തിരിച്ചു കൊടുക്കാനായിട്ട് എത്തിയ വിദ്യാർത്ഥിയോട് ഫ്രാങ്ക്ലിൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈസ വാപ്പസ് ദേനെ ആയ ഛാത്ര ഓർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കെ ബീച്ച് കാ വാർത്താലാപ് കരേ. അപ്പോൾ നമ്മുടെ പൈസ തിരിച്ചു കൊടുക്കാനായി എത്തിയ ഛാത്ര വിദ്യാർത്ഥിയും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കെ ബീച്ച് കാ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തമ്മിലുള്ള വാർത്താലാപ് സംഭാഷണം തയ്യാറാക്കുക. ഛാത്ര നമസ്കാർ ജി, നമസ്കാരം പറയുന്നു. ഫ്രാങ്ക്ലിൻ തിരിച്ചും നമസ്കാരം പറയുന്നു. ഛാത്ര ആപ് മുझे जानते हैं, താങ്കൾക്ക് എന്നെ അറിയാമോ? ഫ്രാങ്ക്ലിൻ യാതിനൊക്കെ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഛാത്ര മേനെ ആപ്സെ കുച്ച് ഡോളർ മാങ്കാ ലിയാ ഥാ. ഞാൻ താങ്കളിൽ നിന്ന് കുറച്ച് ഡോളർ മേടിച്ചിരുന്നു, അതായത് കടമായി വാങ്ങിയിരുന്നു. ഫ്രാങ്ക്ലിൻ കബ്, എപ്പോൾ? അപ്പോൾ ഛാത്ര കുച്ച് സാൽ പെഹലെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. മേരി പഠായിക്ക് ലിയെ, അതെൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. മേരി പഠായിക്ക് ലിയെ, എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഫ്രാങ്ക്ലിൻ ഏക് ഡോളർ മുझे नहीं, ഈ ഡോളർ എനിക്ക് വേണ്ട. കിസി സരൂരത്മന്ദ് കോ ദോ, ഏതെങ്കിലും ആവശ്യക്കാരന് കൊടുക്കാൻ പറഞ്ഞു. ഛാത്ര ആപ്കാ മൻ കിത്തന അച്ഛാ ഹൈ, താങ്കളുടെ മനസ്സ് എത്ര നല്ലതാ. ഫ്രാങ്ക്ലിൻ ഐസാമത്ത് അന്ന് പറഞ്ഞിട്ട് കുറേ കുത്തിട്ടേക്ക്, അങ്ങനെയൊന്നും പറയരുത്, ഞാൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നൊക്കെ ഉദ്ദേശത്തിലാവാം. ഛാത്ര ടീക്ക്, ശരി, ധന്യവാദ്, നന്ദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്കറ്റ് ബാബു की പരേശാനി का कारण क्या था. ടിക്കറ്റ് ബാബുവിൻ്റെ ടിക്കറ്റ് ബാബു, ആ ടിക്കറ്റ് കൊടുക്കുന്ന ആള് പരിഭ്രാന്തനാവാനുള്ള കാരണം എന്താണ്? ടിക്കറ്റ് ലേനെ കെ ലിയെ ബഡി ഫീഡ് തി. ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ട് അവിടെ. ഛോട്ടി സി കിഡ്കി സെ ടിക്കറ്റ് കെ ലിയെ, ആ കുഞ്ഞ് കിഡ്കി ജനലിലൂടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് കുസാനെ വാലെ അനേക കാത്തും, അതായത് ഇടിച്ചു കയറുന്ന, അതായത് ടിക്കറ്റിന് വേണ്ടിയിട്ട് കൈ അകത്തേക്ക് ഇടിച്ചു കയറ്റുന്ന ധാരാളം കൈകൾ, അതായത് ടിക്കറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി നല്ല ജനക്കൂട്ടമുണ്ട്. ഛോട്ടി സി കിഡ്കി സെ, അതായത് ആ കുഞ്ഞ് ജനലിലൂടെ ടിക്കറ്റ് കെ ലിയെ കുസാനെ വാലെ, ടിക്കറ്റിന് വേണ്ടിയിട്ട് കൈ അകത്തേക്ക് തള്ളിക്കയറ്റുന്ന ധാരാളം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കാനായിട്ട് ടിക്കറ്റ് ബാബു അക്കേലാഥ, ടിക്കറ്റ് കൊടുക്കാനായിട്ട് ടിക്കറ്റ് ബാബു അവിടെ തനിച്ചേ ഉള്ളൂ. അതായത് ഇദ്ദേഹം ഒറ്റ ഒരാൾ വേണം ഇത്രയും ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി. എല്ലാവരുടെയും കൈ ആ കൊച്ചു ജനലിലൂടെ ഇടിച്ചങ്ങ് അകത്തേക്ക് കയറ്റുകയാണ്. അതുകൊണ്ട് അയാൾ വളരെ പരിഭ്രാന്തനാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ടിക്കറ്റ് ബാബുസെ സംബന്ധിച്ച് ഘടന കാ സിക്ർ കർത്തേ ഹുയെ, അതായത് ടിക്കറ്റ് ബാബുവായിട്ടുള്ള ആ അന്ന് നടന്ന ആ സംഭവം വിവരിച്ചുകൊണ്ട് ലേഖകൻ തൻ്റെ കൂട്ടുകാരന്, ലേഖക് അപ്പനെ മിത്രക്കോ പത്ര ലിഖ്താ ഹെ, ലേഖകൻ തൻ്റെ കൂട്ടുകാരന് കത്ത് എഴുതുന്നു. വഹ് പത്ര തയ്യാർ കരേ, ആ കത്ത് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ സ്ഥാൻ താരീഖ് എഴുതുന്നു, പ്രിയ മിത്ര എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് എഴുതുക. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, കുശൽ ഹോന, സുഖം തന്നെയല്ലേ, യഹാം പർ മേൻ ടീക്ക് ഹോ, ഇവിടെ എനിക്ക് സുഖം തന്നെയാണ്. രാം കുച്ച് ദിൻ പെഹലെ മുംബൈ ജാനേ കെ ലിയെ മേൻ ടിക്കറ്റ് ലേനെ ഗയ, ഇനി ആ സംഭവം വിവരിക്കുന്നതാണ്. ഞാനേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ബോംബെയിൽ പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നു. വഹാം പർ ബഡി ചീന ചപ്പട്ടി ഹോത്തീത്, അവിടെ ഭയങ്കര ഉന്തും തള്ളും നടക്കുകയാണ്. ലോക് ഹല്ലാ കർത്തെ, ആളുകൾ യുദ്ധം ചെയ്യുക, അതായത് ബഹളം വെച്ച് ആ ഉന്തും തള്ളും നടത്തുകയാണ്. ടിക്കറ്റ് ബാബു ബഡി പരേശാനി മേന്തി, ടിക്കറ്റ് ബാബു വളരെ പരിഭ്രാന്തനായിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. കുച്ച് ലോഗ് ടിക്കറ്റ് ബാബു കാ പരിഹാസ് കർത്തേ थे, കുറച്ച് ആൾക്കാർ ടിക്കറ്റ് ബാബുവിനെ കളിയാക്കുന്നുണ്ട്, അതായത് ടിക്കറ്റ് കൊടുക്കുന്ന ആളെ കളിയാക്കുന്നുണ്ട്. ലേക്കിൻ ടിക്കറ്റ് ബാബു ഇൻ ബാത്തോങ്കോ അൻസുന കർക്കെ, എന്നാൽ ടിക്കറ്റ് കൊടുക്കുന്ന ആള് ഇതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ അപ്പന കാം കർത്തേ രേ, തൻ്റെ ജോലി ചെയ്യുന്നു. മേം പാസ്വി കടാത, ഞാൻ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. മേനെ സഹാനുഭൂതി സെ ടിക്കറ്റ് ബാബു കെ ബാരേമേ യാത്രിയോ സെ ബാത് കി, ഞാൻ അനുകമ്പയോടുകൂടി ടിക്കറ്റ് ബാബുവിനെ കുറിച്ച് യാത്രക്കാരുമായി സംസാരിച്ചു. അതായത് അത് ആ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ടിക്കറ്റ് കൊടുക്കുന്ന ആളിന് വേണ്ടി വാദിക്കുന്ന കാഴ്ച. മേരി സഹാനുഭൂതി ദേക്കർ, ഞാൻ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന കണ്ട ആ ടിക്കറ്റ് കൊടുക്കുന്ന ആ മനുഷ്യന് ബേടാ ആശ്വാസം മിൽഗയ, വളരെ ആശ്വാസം ലഭിച്ചു. പ്രിയമിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ദൂസരോങ്കി കഠിനായിയോങ്കോ സമജ്കർ ഹമേ വ്യവഹാർ കർണാ ചാഹിയെ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ. ഹമാരെ കർമ്മ ഓർ വചനസെ ദൂസരോങ്കോ ആശ്വാസ് മിലാ ചാഹിയെ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കണം. തും കബ് യഹാ ആവോगे, നീ എന്നാ ഇവിടെ വരിക. തുമാരാ മിത്ര, നിന്റെ കൂട്ടുകാരെ ഹസ്താക്ഷർ നാം, പിന്നെ സേവാമേ ലെഫ്റ്റ് സൈഡിൽ സേവാമേ നാം പത, എന്നിട്ട് അത് ബോക്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബാങ്ക് കാ ക്ലർക്ക് ഓർ പത്നി കെ ബീച്ച് ഹുയി വാർത്താലാപ്, നമ്മൾ ആ ബാങ്കിൽ നടക്കുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആ ബാങ്കിൽ ചെല്ലുമ്പോൾ അത് ആ ക്ലർക്കിൻ്റെ ആ ഹസ്താക്ഷരല്ല, അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് പിന്നെ ലേഖകൻ പുകഴ്ത്തുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ അന്ന് അയാൾ വളരെ സന്തോഷവാനായി തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പോൾ അയാളുടെ സന്തോഷം കണ്ട ഭാര്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ അവർ എത്തിയപ്പോൾ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചത്, അതാണ് നമ്മളിനി ഭാവനയിൽ കണ്ട് എഴുതേണ്ടത്. പത്നി, ആജ് ആപ് ബഹുത്ത് ഖുഷ്, താങ്കൾ ഇന്ന് വളരെ സന്തോഷവാനാണല്ലോ. ക്ലർക്ക്, ഹാ മേം ബഹുത്ത് ഖുഷ്, അതെ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, കാരൻ ക്യാ ഹേ, കാരണം എന്താണ്. ക്ലർക്ക്, ഏക്ക് കാരണേ, ഒരു കാരണമുണ്ട്. പത്നി, മുझे भी बताओ, എന്നോടും പറയൂ. ക്ലർക്ക്, തും ജാനനാ ചാഹത്തി ഹോ, നിനക്കതറിയാൻ ആഗ്രഹമുണ്ടോ. അപ്പോൾ പത്നി, ക്യോ നഹി, എന്തുകൊണ്ടില്ല. ക്ലർക്ക്, തും അനന്ത് ഗോപാൽ ഷേവഡേക്കോ, നിനക്ക് അനന്ത് ഗോപാൽ ഷേവഡേ അറിയാവോ. പത്നി, ഓ അറിയാം. സുപ്രസിദ്ധ ലേഖക്, അദ്ദേഹം സുപ്രസിദ്ധനായ ലേഖകനല്ലേ. ക്ലർക്ക്, ജാൻതി ഹോ ഉനെ, നിനക്കറിയാമോ. പത്നി, സുനീതോ ഹെ, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. സുനീതോ ഹെ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്. ക്ലർക്ക്, ആജ് ഉനോനെ മേരെ ബാങ്ക് മേ, ഇന്ന് അദ്ദേഹം എൻ്റെ ബാങ്കിൽ, എന്നിട്ട് കുത്തിട്ടേക്ക് ബാക്കി അസ്യൂം ചെയ്തോണം. പത്നി, ബാങ്ക് മേ, ബാങ്കിൽ. ക്ലർക്ക്, ആയേഥേ, വന്നായിരുന്നു. പത്നി, തോ, പിന്നെന്തു പറ്റി. ക്ലർക്ക്, ഉനോനെ മേരി ഹസ്തലിപിക്ക്, അദ്ദേഹം എൻ്റെ ഹസ്തലിപി, എൻ്റെ അക്ഷരം കണ്ടിട്ട് പത്നി പ്രശംസിച്ചോ. ക്ലർക്ക്, ഹാ അതെ. പത്നി, ബെഡി ബാത്തി, അതൊരു വലിയ കാര്യം തന്നെയാണ്. ക്ലർക്ക്, ഹാ അതെ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ബാങ്ക് ക്ലർക്കിനെ അപ്പനി ഡയറി മേ ക്യാ ലിഖാ ഹോഗ, അന്ന് ബാങ്ക് ക്ലർക്ക് ഡയറി എഴുതുന്നെന്ന് വിചാരിച്ചു. അയാൾ എന്തായിരിക്കും തൻ്റെ ഡയറിയിൽ എഴുതിയത്. അദ്ദേഹം ഡയറി തയ്യാർ കരേ, അദ്ദേഹം എഴുതിയ ഡയറി നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പം നമ്മൾ താരീഖ് റൈറ്റ് സൈഡിൽ എഴുതുന്നു, സ്ഥലം വെക്കുന്നു, ആനന്ദ് നഗർ. ആജ് കാ ദിൻ ബഹുത്ത് അച്ഛാ ഹേ, ഇന്നത്തെ ദിനം വളരെ നല്ല ദിനമായിരുന്നു കേട്ടോ.
आज मुझे मिली एक पंगुड़ी के समान मुझे अफी सहलाती है. ആജ് മുझे മിലി പ്രശംസ, ഇന്ന് എനിക്ക് ലഭിച്ച പ്രശംസ ഒരു പങ്കുടിക്ക് സമാൻ, ഒരു തൂവല് പോലെ, മുझे അഫി സഹലാത്തി ഹെ, ഇപ്പോഴും എന്നെ തലോടുന്നു. ഇന്ന് എനിക്ക് കിട്ടിയ പ്രശംസ ഒരു തൂവൽ സ്പർശം പോലെ എന്നെ സഹലാത്തി ഹെ, തലോടുന്നു. പങ്കുടി തൂവല്, സഹലാന തലോടുക. वह आदमी कितना अच्छा है, ആ മനുഷ്യൻ എത്ര നല്ലവനാ. आज पहली बार बैंक के बोरिंग समय में कुछ राहत मिली, ഇന്ന് ആദ്യമായി ബാങ്കിൽ ബോറടിച്ചിരുന്ന സമയത്ത് ഒരു ആശ്വാസം ലഭിച്ചു. ഉസ് ആദ്മീനെ ഖാത്ത खोलने के लिए आया था, ഈ മനുഷ്യന് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നു. मैं उनका नाम और पता लिखते समय, ഞാൻ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും എഴുതുന്ന സമയത്ത് ഉन्होंने मेरी हस्तलिपि पर ध्यान दिया, അദ്ദേഹം എൻ്റെ അക്ഷരം ശ്രദ്ധിച്ചു. ഓർ കഹ ബ്യൂട്ടിഫുൾ, എന്നിട്ട് പറഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ, മനോഹരം. മേരാ മൻ ഖുഷി സെ ഭര, എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അബ് മേ ഗർവ് കാ അനുഭവ് കർനെ ലഗി, എനിക്ക് അഭിമാനം തോന്നി. ബഡി ഖുഷി സെ മേനെ ഉൻസെ ബാതേൻ കി, ഞാൻ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. യഹ് ദിൻ മേ കഭി ന ഭൂലൂംഗ, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി ഈ ലെസണിലുള്ള സമാനാർത്ഥി മുഹാവരം അത് കണ്ടെത്തി എഴുതാനാണ്. അതായത് രസാതൽമയം ജാന എന്ന് വെച്ചാൽ നഷ്ടഹോന, നഷ്ടമാവുക. ദിൻ ഫിർന എന്ന് വെച്ചാൽ വിപത്തിക്ക് ദിനോങ്കെ ബാദ് സുഖക്ക ദിനാണ്, അതായത് ആപത്ത് ദിനങ്ങൾക്ക് ശേഷം സുഖത്തിന്റെ ദിനങ്ങൾ എത്തുക. താന കസ്ന എന്ന് വെച്ചാൽ സഹൻ കർണ. ദിൽ കടാ കർണ എന്ന് വെച്ചാൽ ഹിമ്മത്ത് കർണ. ദാദ് ദേന എന്ന് വെച്ചാലോ കിസിക്ക് അച്ചേ കാം കി ന്യായ ദൃഷ്ടി സെ പ്രശംസ കർണ, അതാണ് ദാദ് ദേന എന്ന് പറയുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പ്രശംസിക്കുക എന്നുള്ളത്. ഇനി സഹി മിലാൻ കരയും ചേർത്തെഴുതുക എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് അപ്പുറത്ത് ആൻസർ തന്നേക്ക്, റൈറ്റ് സൈഡിൽ ആൻസർ തന്നേക്ക്, അതിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറയും. യാത്രികൾക്ക് ടിക്കറ്റ് ദേന, യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ടിക്കറ്റ് ബാബുവാണ്. സുന്ദർ ലിപിമേലിങ്ങനെ, സുന്ദർ ലിപിയിൽ എഴുതിയ ബാങ്കിലെ ക്ലർക്കാണ്. സുന്ദരമായ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി. റെയിൽഗാഡി സെ ബീജ് ഫെങ്കിന, അതായത് റെയിൽഗാഡിയിൽ നിന്ന് വിത്തുകൾ വലിച്ചെറിഞ്ഞത് സംഭ്രാന്ത മഹിളയാണ്. ആംകി കുട്ടലിയാൻ പോനാന്ന് വെച്ചാൽ ബൂട്ട ആത്മീയ, വൃദ്ധനായ മനുഷ്യനാണ്. മാങ്ങാണ്ടികൾ വാരി വിതച്ചത്. വിദ്യാർത്ഥിക്ക് മദത് കർണ, വിദ്യാർത്ഥിയെ സഹായിച്ചത് ഫ്രാങ്ക്ലിനാണ്. ഇത്രയും കൊണ്ട് ആനന്ദിക്ക് ഫുൾച്ചടിയ എന്ന ലെസണിലെ നോട്ട് ഇവിടം കൊണ്ട് പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ക്സ് ഉണ്ട്. അടുത്ത ലെസണുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് നന്നായി പഠിക്കുക, എന്നിട്ട് നല്ല ധൈര്യപൂർവ്വം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക.